എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമുക്ക് നോമ്പിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ 4 മണി ചായയുടെ ഒക്കെ ഒപ്പം ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വളരെ കുറച്ച് സമയം മതി, അതുപോലെ തന്നെ ഇത് കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റ് ആണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. കൂടാതെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഒരു ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്. ആദ്യം തന്നെ ഈ ഒരു പാനിലേക്ക് ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിൽ ഇതുപോലെ ചൂടായിട്ട് വരുമ്പോഴത്തേക്കും മീഡിയം വലിപ്പമുള്ളൊരു 1.5 സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താണ്. സവാള കട്ട് ചെയ്തതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കിയിട്ടെടുക്കാം കേട്ടോ. സവാള നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വഴണ്ട് കിട്ടണം. ഇതുപോലൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കൻ മസാല ചേർത്തിട്ട് നല്ല പോലെ തന്നെ ഇതുപോലെ ഇളക്കിയതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് ഇളക്കിയിട്ടെടുക്കാം. അപ്പോൾ ഒരു 2 പൊടികൾ ചേർത്ത് നല്ല പോലെ തന്നെ ഇളക്കി ഒരു പൊടികളുടെ ഒരു പച്ചച്ചൊവ ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാനാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 250 ഗ്രാം ചിക്കൻ ആണ്. ഞാനിപ്പോൾ ഇതിലേക്ക് എല്ലില്ലാത്ത ചിക്കൻ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ എടുത്താലും കുഴപ്പമില്ല, നമ്മൾ വേവിച്ചതിന് ശേഷം ഒരു എല്ലങ്ങ് കളഞ്ഞാൽ മതി. ഈ ഒരു ചിക്കന് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പോലെ തന്നെ ഞാനൊന്ന് വേവിച്ചെടുത്താണ്. നമ്മൾ കുക്കറിലേക്ക് ചിക്കൻ ഇട്ടിട്ട് ആവശ്യത്തിന് കുരുമുളക് പൊടി ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൊണ്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഒരു 1-2 വിസിലൊക്കെ അടിക്കുമ്പോഴത്തേക്കും തന്നെ അത് നല്ല പോലെ തന്നെ നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഇതുപോലെ വേവിച്ചെടുത്ത് ഈ ഒരു ചിക്കനെ നമുക്ക് കൈ കൊണ്ട് തന്നെ ചെറിയ ചെറിയ പീസാക്കി ഇതുപോലെ ഒന്ന് എടുക്കാം. അപ്പോൾ ചിക്കൻ ഇതുപോലെ ഞാൻ ചെറിയ ചെറിയ പീസാക്കി ഒന്ന് എടുത്തിട്ടുണ്ട്. നമുക്കിത് വേറൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് എരിവിനായിട്ട് ഞാൻ കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂണോളം ഞാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. കുരുമുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചെടുത്താണിത്, അതും കൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, നമ്മുടെ വറ്റൽമുളക് ചെറുതായിട്ട് പൊടിച്ചതാണിത്, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു പൊടികളും കൂടി ചേർത്തിട്ട് ആ ഒരു ചിക്കൻ നമുക്ക് നല്ല പോലെ തന്നെ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നന്നായിട്ട് ഇതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയിലയും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഈ ഒരു മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരുന്ന ഒരു സവാളയാണിത്. അപ്പോൾ ഈ ഒരു സവാള ഇതുപോലെ വഴറ്റിയതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 മീഡിയം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയെടുത്തതാണ് നന്നായിട്ട്. ഉരുളക്കിഴങ്ങും പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു മീഡിയം വലിപ്പമുള്ളതൊക്കെ ആണെങ്കിൽ ഒരു 3-4 വിസിലൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ നല്ല പോലെ തന്നെ അത് വെന്ത് കിട്ടും. നല്ല പോലെ തന്നെ വെന്തതായതുകൊണ്ട് തന്നെ ഇതുപോലെ കൈ കൊണ്ട് തന്നെ നമുക്കിതിലേക്കൊന്ന് ഉടച്ച് ചേർക്കാവുന്നേ ഉള്ളൂ. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കൂടി പോകരുത്, കാരണം നമ്മൾ സവാള വഴറ്റുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു. ചിക്കൻ വേവിച്ചപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു. അപ്പോൾ ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങും എല്ലാം കൂടി ചേർത്തിട്ട് നല്ല പോലെ തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് ഓയിൽ ഇതുപോലെ നാക്കിയതിന് ശേഷം നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ ഉരുട്ടിയിട്ടെടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ ബോൾസാക്കി നമുക്കൊന്ന് ഉരുട്ടിയിട്ടെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ വേറൊരു പാത്രത്തിലേക്കൊന്ന് വെച്ച് കൊടുക്കുക. ഈ ഒരു അളവിൽ എനിക്കിപ്പോൾ ഇവിടെ ഒരു 10 ബോൾസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 2 മുട്ടയാണ്. ഈ ഒരു മുട്ടയിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ മുട്ടയും ഞാനിവിടെ നല്ല പോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് കോൺഫ്ലേക്സ് ആണ്. ഈ ഒരു കോൺഫ്ലേക്സിന് പകരമായിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് എടുത്താലും മതി. കോൺഫ്ലേക്സ് തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല പുറമെ നല്ല ക്രിസ്പി ആയിരിക്കും, കഴിക്കാനും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു കോൺഫ്ലേക്സ് നമുക്ക് ഈ ഒരു കവറിൽ ഇട്ടിട്ട് തന്നെ ചെറിയതായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കാം. എല്ലാം കൂടി ഇട്ട് നമ്മളങ്ങ് പൊടിക്കണ്ട, കുറച്ചിതിൽ വലുതായിട്ടും കിടക്കണം, കുറച്ചൊന്ന് പൊടിഞ്ഞും കിട്ടണം. എന്നിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഓരോ ബോൾസും എടുത്തിട്ട് നമുക്ക് ആദ്യം ഈ ഒരു മുട്ടയിൽ നല്ല പോലെ തന്നെ ഒന്ന് മുക്കിയിട്ടെടുക്കാം. അതിനുശേഷം ഈ ഒരു കോൺഫ്ലേക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ കവർ ചെയ്ത് കൊടുക്കുക. പുറമേ കുറച്ചും കൂടി ഒരു കോൺഫ്ലേക്സ് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒന്ന് മുട്ടയിൽ മുക്കിയതിന് ശേഷം നമുക്ക് രണ്ടാമത് ഇതുപോലെ ഒന്ന് കോൺഫ്ലേക്സ് ആക്കി കൊടുക്കാം.
കുറച്ച് ഇതുപോലെ കയ്യിലെടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ, എങ്കിൽ അത് നന്നായിട്ട് അതിൽ പിടിക്കത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഓരോന്നൊന്ന് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഓരോ ബോൾസും ആദ്യം മുട്ടയിലൊന്ന് മുക്കിയതിന് ശേഷം ഇതിലേക്കെല്ലാം തന്നെ ഞാൻ കോൺഫ്ലെക്സ് ഒന്നാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു മീഡിയം ചൂടായിട്ട് എടുക്കുന്ന എണ്ണയാണ്. ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു മീഡിയം ചൂടുണ്ടായിരിക്കണം. എന്നിട്ട് നമ്മൾ തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. തീ കൂട്ടിയിട്ടിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തിട്ടെടുക്കരുത്, പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഇതിൻ്റെ പുറമേ നല്ല ക്രിസ്പി ആയിട്ട് വരുന്നിടം വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഒരു സൈഡിൽ നിന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ ഈ ഒരു കളറൊക്കെ ആയി വരുമ്പോഴത്തേക്കും നമുക്കിത് എണ്ണയ്ക്കകത്ത് നിന്ന് കോരി മാറ്റാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു ചിക്കൻ ബോൾസ് എല്ലാം തന്നെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ടൊമാറ്റോ കെച്ചപ്പിൽ മുക്കി കഴിക്കാനാണെങ്കിലും അല്ലെങ്കിൽ മയോണൈസിൽ മുക്കി കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരുപാട് പണിയൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചിക്കൻ ബോൾസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.